പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. Deivam ende asrayam
സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലെനിക്കു തെല്ലും ദൈവമാണെൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനെൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനെൻ ദാഹം. കണ്ണിറങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിലങ്ങേ കനിവിടും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിലെയും നാഥായ നീക്കും. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. സത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാ സർവേശ്വരാ, പരിപാവനാ ബലവാനേ, പരിപാവനാ അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുധകനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായ നീക്കും. യാക്കോബിന്റെ വിവാഹം. ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു, നീ എന്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിന് വെറുതെ പണിയെടുക്കുന്നു? നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക. ലാബാന് 2 പുത്രിമാരാണ് ഉണ്ടായിരുന്നത്. മൂത്തവരുടെ പേര് ലേയ എന്നും ഇളയവരുടെ പേര് റാഹേൽ എന്നും. ലേയയുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു. റാഹേൽ ആകട്ടെ സുന്ദരിയും പടിപൊട്ടവളുമായിരുന്നു. യാക്കോബ് റാഹേലിൽ അനുരക്തനായി. അവൻ ലാബാനോട് പറഞ്ഞു, അങ്ങയുടെ ഇളയ മകളായ റാഹേലിന് വേണ്ടി 7 കൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം. ലാബാൻ പറഞ്ഞു, അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് തരുന്നതാണ്. എന്നെ കൂടെ പാർത്തുകൊള്ളുക. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു.
അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായി അവന് തോന്നിയുള്ളൂ. യാക്കോബ് ലാബാനോട് പറഞ്ഞു, പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി, എനിക്കിനി ഭാര്യയെ തരിക, ഞാൻ അവളോട് ചേരട്ടെ. ലാബാൻ നാട്ടിലുള്ളവരെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരുന്ന് നൽകി. രാത്രിയായപ്പോൾ അവൾ തന്റെ മകൾ ലേയായെ യാക്കോബിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. അവൻ അവളോട് കൂടി ക്ഷയിച്ചു. ലാബാൻ ലേയായുടെ പരിചാരികയായി തന്റെ അടിമയായ സിൽപായെ കൊടുത്തു. നേരം വെളുത്തപ്പോൾ ലേയാണ് തനിക്ക് ലഭിച്ചതെന്ന് അവൻ മനസ്സിലാക്കി. അവൻ ലാബാനോട് പറഞ്ഞു, എന്താണ് അങ്ങ് ഈ ചെയ്തത്? റാഹേലിന് വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത്? എന്നെ ചതിച്ചത് എന്തിന്? ലാബാൻ പറഞ്ഞു, മൂത്തവൾ നിൽക്കെ ഇളയവളെ പറഞ്ഞയക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല. ഇവളുടെ വിവാഹവാരം പൂർത്തിയാകട്ടെ, അതിനുശേഷം ഇളയവളെയും നിനക്ക് തരാം. 7 വർഷത്തേക്ക് കൂടി നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം. യാക്കോബ് സമ്മതിച്ചു. വിവാഹവാരം പൂർത്തിയായപ്പോൾ ലാബാൻ തന്റെ മകളായ റാഹേലിനെയും അവന് ഭാര്യയായി നൽകി. തന്റെ അടിമയായ ബിൽഹായെ ലാബാൻ റാഹേലിന് പരിചാരികയായി നൽകി. യാക്കോബ് റാഹേലിനെ കൂടി ക്ഷയിച്ചു. അവൻ ലേയായേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു. 7 വർഷം കൂടി അവൻ ലാബാനെ കീഴിൽ വേല ചെയ്തു. ദൈവമായ കർത്താവിനെ സ്തുതി. വിശ്രമഗേഹത്തിൽ പേടകമൊപ്പം നീ ആഗതനാകണമേ. ദാവീദിനെയോ തകിലേശ അഭിഷിക്തനെ നീ തള്ളരുതേ. അവനുടെ സുതനെ നീയതഞ്ഞ സുസ്ഥിരനാക്കും ക്രോണോസിൽ നിക്ഷവരം നിതരാമോർക്കണമേ. ദാവീദിനെയോ തകിലേശ അഭിഷിക്തനെ നീ തള്ളരുതേ. അവനുടെ സുതനെ നീയതഞ്ഞ സുസ്ഥിരനാക്കും ക്രോണോസിൽ നിക്ഷവരം നിതരാമോർക്കണമേ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദാവീദിനെയോ തകിലേശ അഭിഷിക്തനെ നീ തള്ളരുതേ. അവരുടെ സുതനെ നീയതഞ്ഞ സുസ്ഥിരനാക്കും ക്രോണോസിൽ നിക്ഷവരം നിതരാമോർക്കണമേ. ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായി നീക്കും. മൂന്നാധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിലിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. ആരിൽ നിന്ന് ഞങ്ങൾ പ്രധാനമായി ഭക്ഷിച്ചിട്ടില്ല. ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു. ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല, അനുകരണാർഹമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവർ ഭക്ഷിക്കാതിരിക്കട്ടെ, എല്ലാ കാര്യങ്ങളും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു.
പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ശാന്തരായി ചോറ് ചെയ്ത് ആഘോഷിക്കട്ടെ. സഹോദരരെ, നന്മ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ നിരുത്സാഹരാകരുത്. ഈ കത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും അനുസരിക്കുന്നില്ലെങ്കിൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവൻ ലജ്ജിക്കേണ്ടതിന് അവരുമായി ഇടപെടാതിരിക്കുക. അവനെ ഒരു ശത്രുവായി പരിഗണിക്കരുത്, മറിച്ച് ഒരു സഹോദരനെ എന്ന പോലെ ഉപദേശിക്കുകയാണ് വേണ്ടത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി. ദൈവത്തിൻ മിഴിവിളക്കേ, വചനമാം പൊൻവിളക്കേ, ഭൂവിനിലാകവേ ദീപമായി തീർന്നവനേ യേശുവേ. ദൈവത്തിൻ മിഴിവിളക്കേ, വചനമാം പൊൻവിളക്കേ, ഭൂവിനിലാകവേ ദീപമായി തീർന്നവനേ യേശുവേ. വചനമേ നീ എന്നെ തൊടുമ്പോഴെല്ലാം എന്നിൽ ജീവന്റെ ആകാശം പാടി വീണോരൻ സ്വപ്നങ്ങളെല്ലാം നിൻ വചനത്താൽ തളിർത്തുവല്ലോ. വചനമേ നീ എന്നെ തൊടുമ്പോഴെല്ലാം എന്നിൽ ജീവന്റെ ആകാശം പാടി വീണോരൻ സ്വപ്നങ്ങളെല്ലാം നിൻ വചനത്താൽ തളിർത്തുവല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഈശോയുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി. 25-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വൃദ്ധന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗ്ഗരാജ്യം. അവർ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2, വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവൻ 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാന്റെ പണം മറച്ചു വെച്ചു. ഏറെ കാലത്തിന് ശേഷം ആ വൃദ്ധന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്. ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ വൃദ്ധൻ. അല്പ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭാരമേൽപ്പിക്കും. നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്ന് പറഞ്ഞു, യജമാനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്. ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ വൃദ്ധൻ. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭാരമേൽപ്പിക്കും. നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവന് വന്ന് പറഞ്ഞു, യജമാനെ, നീ വിദഗ്ധാർത്ഥിടത്തു നിന്ന് കൊയ്യുകയും വിദഗ്ധാർത്ഥിടത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഇതാ നിന്റേത് എടുത്തു കൊടുക്കുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ വൃദ്ധൻ, ഞാൻ വിദഗ്ധാർത്ഥിടത്തു നിന്ന് കൊയ്യുന്നവനും വിദഗ്ധാർത്ഥിടത്തു നിന്ന് ശേഖരിക്കുന്നവരുമാണ് എന്നും നീ മനസ്സിലാക്കിയിരുന്നുവല്ലോ. എന്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എന്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവരിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക.
ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവന് ഉള്ളത് പോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ഈ വൃദ്ധനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. കണക്ക് കൊടുക്കണം, ഒരുങ്ങിയിരിക്കുക. ഈശ്വരശിഹായ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, കഴിവിനനുസരിച്ച് താരതമ്യം കൊടുക്കുന്ന തമ്പുരാൻ തീർച്ചയായിട്ടും കഴിവുണ്ടോ എന്ന് നോക്കുന്ന ഒത്തിരിയേറെ ടാലന്റ് ഷോകൾ നമുക്ക് അനുദിന ജീവിതത്തിൽ മാധ്യമങ്ങളിൽ കാണുവാനായി സാധിക്കും. വ്യത്യസ്തമായ മത്സരങ്ങളിലൂടെ നല്ല സമ്മാനങ്ങൾ നേടുന്ന കൊച്ചുമിടുക്കന്മാരെയും മിടുക്കുകളെയും നമുക്ക് കാണാം. ഇത് തന്നെയാണ് കലോത്സവത്തിലും സംഭവിക്കുക. ഇവിടെ യജമാനൻ തന്റെ സമ്പത്ത് ഭൃത്യന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. മനസ്സിലാക്കിയിരിക്കണം, 1 രൂപ അല്ലെങ്കിൽ 5 രൂപ അല്ലെങ്കിൽ 2 രൂപയല്ല ഏൽപ്പിക്കുക. പഴയകാലത്ത് ദുഃഖമായിരുന്നു. നമ്മുടെ ഇടയിൽ അളക്കുവാനായിട്ട് നാഴി, ഇടകഴി, പാ എന്നിവ ഉപയോഗിച്ചിരുന്നു. അതുപോലെ അളന്നാണ് സമ്പത്ത് കൊടുത്തിരുന്നത്. ഷെക്കൽ, റാത്തൽ, താലന്ത്. ഇത് ഏറ്റവും വലുതായ താലന്താണ് അളന്ന് കൊടുക്കുക. ഒരു താലന്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്റെ സമ്പത്തിനോട് നല്ല വിഹിതം തന്നെ കൊടുക്കുകയാണ്. ആ നല്ല വിഹിതം എപ്രകാരം ഉപയോഗിച്ചു എന്ന കണക്ക് അറിയുവാനായിട്ട് യജമാൻ വരികയാണ്. അവിടെ അത് നല്ല രീതിയിൽ ഉപയോഗിച്ച 5 താലന്ത് ലഭിച്ചവർ, നല്ല രീതിയിൽ ഉപയോഗിച്ച 2 താലന്ത് ലഭിച്ചവരും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരുവൻ അത് ഉപയോഗിക്കാതെ ജീവിക്കുന്നു. മറ്റൊരു വാക്യം പറഞ്ഞാൽ ദൈവം നമുക്കെല്ലാവർക്കും കഴിവുകളും ദാനങ്ങളും നൽകിയിരിക്കുകയാണ്. ഈ കഴിവുകളും ദാനങ്ങളും ഉപയോഗിക്കുന്നവരായി തീരണമെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ തമ്പുരാൻ വീണ്ടും വരും. നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കാതെ പോയാൽ നമ്മൾ അവന്റെ ഇഷ്ടമുള്ളവരായി തീരുകയില്ല, അന്ധകാരത്തിലേക്ക് എറിയപ്പെടും എന്ന് സൂചന നൽകുകയാണ്. ഇവിടെ സുവിശേഷത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കിട്ടിയത് നന്നായിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കണമെന്ന്. കഴിവുകൾ അനുസരിച്ചാണ് അവൻ തന്റെ സമ്പത്ത് അവനെ ഏൽപ്പിച്ചത്. വെറുതെ എല്ലാവരെയും ഒരുപോലെ ഏൽപ്പിക്കുകയല്ല, ഭൃത്യന്മാരെ തന്നിഷ്ടപ്രകാരം ഏൽപ്പിക്കുകയല്ല, മറിച്ച് അവനവന്റെ കഴിവുകൾ നോക്കിയാണ് ഏൽപ്പിക്കുക. അവിടെ താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് വേണമെങ്കിൽ യേശുദാസിനെ പോലെ പ്രാണാരം ആഗ്രഹിക്കാം, നടക്കത്തില്ല. നന്നായി പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കാം, നടക്കണമെന്നില്ല. നന്നായിട്ട് നൃത്തം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കാം, നടക്കണമെന്നില്ല. എന്നാൽ ദൈവം ഏൽപ്പിച്ചവർ അവരുടെ കഴിവ് നോക്കിയിട്ട് ഇവരെ കഴിവുണ്ട് എന്ന ബോധ്യത്തിലാണ് ഏൽപ്പിക്കുക. തീർച്ചയായിട്ടും അധ്വാനിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്തിന് വിലയുണ്ടാകും. അത് സമൃദ്ധിയായിട്ടുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടാകും. താൻ ഏൽപ്പിക്കുന്ന സമ്പത്ത് അത് സമൃദ്ധിയിലേക്ക് എത്തിച്ചേരണമെന്ന ആഗ്രഹവുമായിട്ടാണ് സമ്പത്ത് ഏൽപ്പിക്കുക. അവിടെ 5 താലന്ത് ലഭിച്ചവർ
5 കൂടി നേടുകയാണ്. അവനെ വിളിക്കുന്ന ഒരു വാക്കുണ്ട്, നല്ലവൻ വിശ്വസ്തനുമായ വൃത്തിയാണ്. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, അല്പകാര്യങ്ങൾ നീ വിശ്വസ്തനായിരുന്നു, വലിയ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കും. 2 സ്ഥാനത്ത് ലഭിച്ചവരും ഇപ്രകാരം തന്നെയാണ് അഭിസംബോധന ചെയ്യപ്പെടുക. വിശ്വസ്തനും നല്ലവനുമായ വൃത്തി, അല്പകാര്യങ്ങൾ നീ വിശ്വസ്തനായിരുന്നു, വലിയ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിച്ചു. എന്നാൽ 3-ാമത്തെ സംബന്ധിച്ചിടത്തോളം അവരെ അഭിസംബോധന ചെയ്യുക ദുഷ്ടനും മഠീനുമായ വൃത്തി എന്നാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാത്ത ഒരുവൻ. നമുക്ക് ഒത്തിരിയേറെ കഴിവുകളുണ്ടാകും. ആ കഴിവുകൾ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനെ വികസിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. KFCയുടെ ആരംഭകനെ കുറിച്ച് 65-ാം വയസ്സിൽ KFC ചിക്കൻ തയ്യാറായി ഷോറൂമുകളിൽ എത്തിക്കുവാനായിട്ട് പരിശ്രമിച്ചു. ആർക്കും വേണ്ടാമായിരുന്നു. വമ്പൻ പരാജയം. 65-ാം വയസ്സിൽ പരാജയമാണ് എന്ന് തിരിച്ചറിയുമ്പോഴും അവൻ തന്നെ ബിസിനസ് മേഖലയിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവൻ വ്യാപാരത്തിൽ മുഴുകുകയാണ്. 85-ാം വയസ്സിൽ അവൻ ലോകത്തെ ഏറ്റവും വലിയ ധനികരുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവം നമുക്ക് ഒത്തിരിയേറെ കഴിവുകൾ നൽകിയിട്ടുണ്ട്. ദൈവം നൽകിയ കഴിവുകൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കണം. ആ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ വളരുക. 10 താലന്ത് ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവൻ 5 താലന്ത് ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവൻ 5 കൂടി നേടി 10-ആയി വർദ്ധിപ്പിച്ചു. അവന്റെ വിശ്വസ്തതയ്ക്ക് ദൈവം കൂടുതൽ പ്രതിഫലം നൽകുകയാണ്, ഒന്നുകൂടി നൽകുകയാണ്. എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. എന്നെ പോലെ ലോകത്ത് മറ്റൊരുവരില്ല. ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാനോ ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനോ എനിക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനോ സാധ്യത ഒരിക്കലും ഈ ലോകത്തില്ല. അത് തിരിച്ചറിയുവാനായി നമുക്ക് ഓരോരുത്തരും സാധിക്കണം. ജീവിതം എന്നത് കഴിവുകളുടെ ദൈവം നൽകിയ കഴിവുകളുടെയും ധാരകളുടെയും കൂടാരമാണ്. ഉപയോഗിക്കുക. തീർച്ചയായിട്ടും ദൈവം പ്രതിഫലം നൽകുന്നു. പ്രതിഫലം നൽകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരിച്ചറിയുടെ ഭാഗമായി സ്മരിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് സഭയെ വസിച്ചുകൊണ്ട് അവളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും നിർമ്മലമായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ വിലയിരുത്തുകയും ചെയ്ത കർത്താവേ, ലോകസ്ഥിതിക്ക് മുൻപ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങളെ പങ്കുവരാക്കാൻ വേണ്ടി അനന്തരം ഞങ്ങളെ കുറിച്ച് എടുത്ത് അനുഭവിക്കാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, സകല ജനപദങ്ങളും നിന്റെ രക്ഷകനായി പറയാൻ രക്ഷകനാണവും സമാധാനത്തിന്റെ തുറമുഖമായ സഭയെ സ്ഥാപിച്ച കർത്താവേ, ായ ഫ്രാൻസിസ് പാപ്പായി, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ബിഷപ്പ് മാറാപ്പയും ആദ്യം നൽകി അനുഗ്രഹിക്കുന്ന കർത്താവേ, കൃപയാൽ രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നമുക്ക് പിതാവിനും വിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സകലത്തിന്റെയും നാഥാലയം തന്റെ വാസുദത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപ
സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ ഈ കൈക്കൊമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ ഈ കൈകൊമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം ഈ ദിവ്യബലിയിൽ ബലിവസ്തുവായി ഞങ്ങളും ചേരുന്നിതാ ദൈവമേ തൃക്കൈകളിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നിതാ പിതാവേ അങ്ങ് മാത്രമേ ഞങ്ങൾക്കു ദൈവം അങ്ങേൾക്കാര തന്നെ ഞങ്ങളർപ്പണം ചെയ്യുന്നു സർവം ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ ഈ കൈക്കൊമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം ഞങ്ങൾക്കു നീ കനിഞ്ഞേകിയ ദിവ്യകാലങ്ങൾ ദൈവമേ ഞങ്ങൾക്കു നീ കനിഞ്ഞേകിയ ദിവ്യകാലങ്ങൾ ദൈവമേ ഈ ബലിവേദിയിൽ ഞങ്ങൾ കാഴ്ചയേകാനണയുന്നു മോദമായി ഒന്നും നിരട്ടിയായി അങ്ങേ മുന്നിലർപ്പണം ചെയ്യുന്നു സാദരം ഒന്നും നിരട്ടിയായി അങ്ങേ മുന്നിലർപ്പണം ചെയ്യുന്നു സാദരം പിതാവേ അങ്ങ് മാത്രമേ ഞങ്ങൾക്കു ദൈവം അങ്ങേൾക്കാര തന്നെ ഞങ്ങളർപ്പണം ചെയ്യുന്നു സർവം ദൈവത്തോടും വീടിനോടും നമ്മുടെ കാഴ്ചകളോടും ഒരാളുടെ കരങ്ങളിലേക്ക് നമ്മുടെ യോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളും ദാനങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ഉപയോഗിക്കുവാൻ വിശ്വസ്തരായ നല്ലവരായ ഭക്തരായി തീരുവാൻ ആവശ്യമായ കൃപ നൽകുന്നവരായി അവർക്ക് അപേക്ഷിക്കാം. അങ്ങയുടെ ആദ്യമായ വിബുദ്ധി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ വിശ്വസിപ്പുമാർഗ്യരാ ഞങ്ങൾ അങ്ങയിൽ
സർവ സൃഷ്ടിജാലവും ദൈവമാ സത്യനാഥനങ്ങിൽ ആദ്യജാതനാ സൃഷ്ടിയുള്ള പുത്രനാ ഈശോ ദൈവജൻ വിശ്വസിപ്പു ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപവാദിനേ കന്യകാത്മജൻ പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനമേ സ്വർഗമാനു മഹിമയോടെ നിത്യപിതാവേ വലതുഭാഗമാർന്നു വാഴുമഹിതനാഥിയേ ഒടുവിലെത്തുമീ മതിയിൽ അന്നു വിധിയുമാ സകലരും ശ്രവിക്കും അന്ത്യവിധി പോലെ സുരനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിക്കുന്നു ഏകമാണു ധന്യമാണു പാവനം സഭാ ശൈലിക പ്രഭാവമാർന്നു സാർവജനീനം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റുചൊല്ലു സാദരം ഞങ്ങളേവരും മർത്യമുക്തിയാമുയർക്കും നിത്യജീവനും ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും സർവശക്തദാനനാകുമേകദൈവമേ വിശ്വസിപ്പു മധ്യരാം ആശീർവദിക്കണം. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സ്നേഹത്തിൽ നിങ്ങൾ സമാരാശിക്കുകയും സുരവിലൂ
നൽകി
നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭവമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇതിന് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്ത് അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. ഇതെല്ലാം ഇത് വാങ്ങി മാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഉദ്ദേശിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ പിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും പിതൃപിതാദികൾക്കും കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവും എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൂർണ്ണതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പിടിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും
ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദനങ്ങളോടെ സ്നേഹിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സർവ്വത്തെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവാൽ ഗ്രഹിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടുകൂടെ ഇതിന്റെ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടു കൂടി അവരോട് അപേക്ഷിക്കുക. സ്വർഗ്ഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ പ്രഭാവനം അവരുടെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
അപ്പത്തിനുള്ളിൽ പലുതാകുമാ സ്നേഹം തന്ന് ഒരു തുള്ളി മുന്തിരിച്ചാറിൽ നാഥൻ കടലോളം സ്നേഹം നിറച്ചു. നിത്യമാം ജീവൻ ചൊരിഞ്ഞു ചെറുതാകുമീ അപ്പത്തിനുള്ളിൽ പലുതാകുമാ സ്നേഹം തന്ന് ഒരു തുള്ളി മുന്തിരിച്ചാറിൽ നാഥൻ കടലോളം സ്നേഹം നിറച്ചു. നിത്യമാം ജീവൻ ചൊരിഞ്ഞു മുറിയും ഹൃദയത്തിൽ മുറിയാത്തൊരു സ്നേഹം ചിതറും രക്തത്തിൽ പതറാത്തൊരു ത്യാഗം. മുറിയും ഹൃദയത്തിൽ മുറിയാത്തൊരു സ്നേഹം ചിതറും രക്തത്തിൽ പതറാത്തൊരു ത്യാഗം. ജീവൻ തുടിക്കുമീ കുർബാന കൈക്കൊള്ളുമെന്നിൽ ജീവാമൃതം. ജീവൻ തുടിക്കുമീ കുർബാന കൈക്കൊള്ളുമെന്നിൽ ജീവാമൃതം. കാത്തിനാനിപ്പോ നിന്നാഗമനം ധന്യമായി തീരുന്നു ഈ നിമിഷം. കാത്തിനാനിപ്പോ നിന്നാഗമനം ധന്യമായി തീരുന്നു ഈ നിമിഷം. മുറിയും ഹൃദയത്തിൽ മുറിയാത്തൊരു സ്നേഹം ചിതറും രക്തത്തിൽ പകരാത്തൊരു ത്യാഗം. മുറിയും ഹൃദയത്തിൽ മുറിയാത്തൊരു സ്നേഹം ചിതറും രക്തത്തിൽ പകരാത്തൊരു ത്യാഗം. അറിയിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച 10,310 രൂപ, ഹിന്ദു കുർബാന 4,976 രൂപ, സെന്റ് ജോർജ് യൂണിറ്റ് സമർപ്പണം 330 രൂപ, 10ാം ക്ലാസ് വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും 1,050 രൂപ. നവംബർ 30-ാം തീയതി പൂർവികരെ അനുസ്മരിച്ചുകൊണ്ട് ആദ്യചാത്തം പോലെ നടത്തപ്പെടുന്നു. ആദ്യചാത്തത്തിനുള്ള ഓഹരി പൂർവികരെ അനുസ്മരിച്ച് നൽകുന്നതിന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. മദർ യൂണിറ്റ് ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് പുളിക്കൽമത്തായി തോമസിന്റെ വസതിയിൽ വെച്ചും സെന്റ് ആന്റണീസ് സ്കൂൾ യൂണിറ്റ് 3 മണിക്ക് ജെയ്സൺ ജോയി ചെന്തത്തിന്റെ വസതിയിൽ വെച്ചും സമ്മേളിക്കുന്നതാണ്. കഴിഞ്ഞ ചർച്ച ഞായറാഴ്ച ആചരിച്ചു പുഷ്പാഞ്ജലി ഒരുക്കിയ കളിയൊരുക്കിയ ഏറ്റവും ആത്മാർത്ഥമായി സഹകരിച്ച അതേ ദിവസം ഏറ്റവും വിജയകരമായി തീരുവാനായിട്ട് പരിശ്രമിച്ച എല്ലാ യൂണിറ്റുമാർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അതുപോലെ സഹകരിച്ച എല്ലാവർക്കും ദൈവപൂർവ്വം നന്ദി പറയുന്നു. അവർ പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ കൃപാവർത്തവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കടങ്ങളുടെ
പരിശുദ്ധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി കാലം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിലെയും നാഥായി നയിക്കും. നൽകിയ